ഈ ഒരു മസാജിങ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഒറ്റ പാക്ക് മതി നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ്. തൈര് എല്ലാവർക്കും അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയറിൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ 40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു സ്കിൻ കെയർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. ഇതൊരു ഫേഷ്യൽ പോലെയാണ് ചെയ്യുന്നത്, പക്ഷേ നമുക്കിത് 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഫേഷ്യലൊക്കെ ചെയ്യാൻ ഒട്ടും സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട്ടിലെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ്. 100% നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ആഴ്ചയിൽ 2 തവണ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. ഈ ഒരു സ്കിൻ കെയർ നമ്മൾ 40സിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ഫേഷ്യലിൻ്റെ രൂപത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് 4 സ്റ്റെപ്സ് എന്താണെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇതിന് നമ്മൾ 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു പാക്കാണ്. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കിയതിന് ശേഷം സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. എല്ലാവർക്കും പറയും ക്യാരറ്റ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും യങ് ആക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമ്മൾ തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാനിത് വേവിച്ച് എടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തപ്പോഴത്തേക്ക് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് വേറൊരു ബൗളിലേക്ക് ഞാനിത് മാറ്റുകയാണ്. ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന പാലാണ്. നമുക്ക് അരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് എത്ര പാൽ വേണോ അത്രയും പാലൊഴിച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പം ഞാനിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സൺടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കണ്ണിന് താഴെയുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. 1 സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓട്സ് പൊടിച്ചതാണ് കേട്ടോ. ഓട്സ് നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. അടിപൊളി റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഡിസ്കളറേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് പാക്ക് റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന സ്കിൻ കെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഫേഷ്യൽ പോലെ തന്നെയാണ്, പക്ഷേ 2 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഫേഷ്യലൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ്. ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും അതേപോലെ ക്ലെൻസ് ചെയ്യാനായിട്ടും പോവുകയാണ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ്. തൈര് എല്ലാവർക്കും അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു സ്കിൻ കെയർ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്കിൻ കെയർ ആണ്. ഈ ഒരു സ്കിൻ കെയർ നമുക്ക് നമ്മുടെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത് എത്ര വയസ്സായാലും നമ്മളിത് 2 തവണ ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും.
ഇതേപോലെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് മസാജ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ ചുളികളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാൻ ഫേസ് നന്നായിട്ട് തുടയ്ക്കട്ടെ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡിസ്കളറേഷനൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും 30 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഈ ഒരു സ്കിൻ കെയർ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് റിസൾട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.